എല്ലാവർക്കും നമസ്കാരം. സൂര്യാവശ്യൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചുമയും ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്ന് വാങ്ങിയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ വൈകുന്നേരത്തെ പലഹാരം ഒന്നുണ്ടാക്കാൻ എന്നെ സഹായിക്കുന്നത് എൻ്റെ സ്വന്തം കെട്ടിയവനാണ്. പേരൊന്നും നമ്മളിതിന് ഇട്ടിട്ടില്ല, പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അധികം പഴുക്കാത്ത, അതായത് ചനച്ച പരുവത്തിലുള്ള 2 ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 ക്യാരറ്റും 1 ബീട്രൂട്ടും നമ്മളിങ്ങനെ ഉരച്ച് ചീകി എടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളകും ഇഞ്ചിയും അതുപോലെ നമ്മുടെ മൈസൂർ ചീരയുടെ ഇലയും കുരുകുരുന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് നമ്മളിതെല്ലാം കൂടി ഇട്ടു കേട്ടോ. ആ ഇഞ്ചിയും പച്ചമുളകും ചീര അരിഞ്ഞത് ഇട്ടിട്ടില്ല. അതിലേക്ക് 2 തവി ഗോതമ്പ് പൊടി ചേർക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ എരിവിന് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ 1 സ്പൂൺ മുളക് പൊടിയും ചേർത്തു. കുറച്ച് ജീരകവും ചേർത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ച് എടുക്കുകയാണ്. ഒരുപാട് ടൈറ്റായിട്ടല്ല, കുറച്ച് ലൂസിൽ തന്നെ നമ്മളതൊന്ന് കുഴച്ചെടുത്തതാ ഈ ഒരു പരുവത്തിൽ. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും പച്ചമുളകും ആ ചീരയുടെ ഇലയും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. വാഴയില എടുത്തിട്ട് വാഴയിലേക്ക് നമുക്കിത് ഓരോ തവിയായിട്ടൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ വാഴയില മടക്കി വെച്ചിട്ടല്ല ഇത് ഉണ്ടാക്കുന്നത്. അടാന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ദോശക്കല്ല് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ തേച്ചിട്ട് വാഴയില പരത്തിയിട്ട് അതിങ്ങനെ മറച്ചിട്ടിട്ട് വാഴയില മുകളിൽ വരാവുന്ന രീതിയിൽ നമ്മളിങ്ങനെ ആക്കുക. ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ ഈ വാഴയില എടുത്ത് മാറ്റിയിട്ട് ഈ അപ്പം ഒന്ന് മറിച്ചിടുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും വാഴയില വയ്ക്കുക. ഇങ്ങനെ വെറൈറ്റി ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ ഓരോ ഇലയിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് കഴിയും നമ്മുടെ ഈ അപ്പം ഉണ്ടാക്കി. എപ്പോഴും നമ്മൾ വാഴയിലയുടെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് അതൊന്നെങ്കിൽ ചുട്ടെടുക്കുക അല്ലെങ്കിൽ ആവിയിൽ വേവിച്ചെടുക്കുക, അങ്ങനെയല്ലേ ചെയ്തെടുക്കുക. ഇത് ഒരു വെറൈറ്റി രീതിയാണ്. ഇങ്ങനെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണേ. വാഴയിലയുടെ ഗുണങ്ങളൊക്കെ നമ്മുടെ അപ്പത്തിൽ ചേർന്നിട്ടുണ്ടാവും, സംശയമൊന്നും വേണ്ട. അപ്പോൾ ഈ ഒരു പലഹാരം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഏത് പച്ചക്കറിയും വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തത് ഉണ്ടാക്കാം കേട്ടോ. കൂടുതൽ വെറൈറ്റി വിഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.